പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ 3 സെക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ 4ാമത്തെ സെക്ഷൻ ടാൻജൻസ് ആൻഡ് നോർമൽസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ ആരംഭിക്കുന്നത്. ഈ ടോപ്പിക്ക് പഠിക്കുന്നതിന് നമുക്ക് 2 കാര്യങ്ങൾ തന്നെ ആവശ്യമുള്ളൂ. ഒന്ന്, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് തിയറീസും, പിന്നെ നിങ്ങൾ പഠിച്ച ഡെറിവേറ്റീവ്സ്, നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിലെ ഡെറിവേറ്റീവ്സിലെ കാര്യങ്ങളും. ഡെറിവേറ്റീവ്സിലെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഫോർമുലകളെ ആവശ്യമുള്ളൂ. ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ സെക്ഷനിലെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ചെയ്യാം. ഇത് ബാക്കി 3 സെക്ഷനേക്കാളും കുറച്ചും കൂടെ നിങ്ങൾ വിജിലൻ്റായി കുറച്ചും കൂടെ കെയർഫുള്ളായി ചെയ്യേണ്ടി വരും. എന്ന് വെച്ച് ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയുകയില്ല. നന്നായിട്ട് ശ്രദ്ധിച്ച് കാര്യം കൃത്യമായി മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഈ സെക്ഷനും നിങ്ങൾക്കൊരു ഈസി ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. നമുക്ക് ഈ സെക്ഷനിൽ ആകെ ഒരു 40 പ്രോബ്ലമേ ഈ സെക്ഷനിൽ ചെയ്യാനുള്ളൂ. അതിൽ 30 പ്രോബ്ലവും ഏകദേശം ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോബ്ലംസ് തന്നെ ആയിരിക്കും. പക്ഷേ ഈ 40 പ്രോബ്ലത്തിനെയും നമുക്ക് 4 കാറ്റഗറി ആയിട്ട് തിരിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് എളുപ്പത്തിൽ ഏത് കാറ്റഗറിയാണെന്നൊരു പ്രോബ്ലം കാണുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ കാറ്റഗറിയുടെ റൂള് നമ്മൾ പഠിച്ചു വെക്കും. ആ റൂൾ അനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കണം. ഇത് ടെക്സ്റ്റിലൊന്നും ഇല്ല. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഷോർട്ട് കട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതിനാവശ്യമായ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 10ാമത്തെ ചാപ്റ്ററിൻ്റെ ടോപ്പിക്ക് മറന്നുപോയവർക്ക് വേണ്ടി നമ്മളൊന്ന് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യുകയാണ്. അതിനുശേഷമായിരിക്കും നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ 10ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത് സ്ലോപ്പ്, ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് പഠിച്ചു. സ്ലോപ്പ് കാണുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. സ്ലോപ്പിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ്, പിന്നെ എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ ഏതാണ്, വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ ഏതാണ്, എക്സ് ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈനിൻ്റെ ഇക്വേഷൻ, വൈ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈനിൻ്റെ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ആവശ്യമുള്ളൂ. അതിൻ്റെ മാത്രം ഫോർമുലകൾ നമ്മളൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്ത ശേഷം നമ്മുടെ ടോപ്പിക്ക് നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ടാൻജൻസ് ആൻഡ് നോർമൽസ് എന്ന ടോപ്പിക്ക് നമ്മൾ ആരംഭിക്കും. ആദ്യം സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരുന്നു, സ്ലോപ്പ് അതെങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത് എന്നൊക്കെയാണ് വേണ്ടത്. നമ്മളതിൻ്റെ മെയിൻ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ സ്ലോപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്ന ഒരു നൊട്ടേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ നൊട്ടേഷൻ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? സ്ലോപ്പ് ഈക്വൽ ടു എം എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 മെത്തേഡുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ആ ലൈൻ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തീറ്റ എന്ന ആംഗിൾ കണ്ടുപിടിച്ച് സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ, ഓർമ്മയുണ്ടല്ലോ? ഒന്നാമത്തെ മെത്തേഡ്. ലൈനും എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ അറിയാമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ലോപ്പ് കാണാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ടാൻ തീറ്റ. ഇനി അതല്ലെങ്കിൽ സാധാരണ ഈ പ്രോബ്ലത്തിൽ നമുക്ക് രണ്ടാമത്തെ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടി വരിക. ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ഏതെങ്കിലും 2 പോയിന്റ്സ് തന്നാൽ ആ പോയിന്റ്സ് ഉപയോഗിച്ച് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കും. x1 y1 x2 y2 എന്ന 2 പോയിന്റ്സ് തന്നാൽ അവർ തമ്മിലുള്ള സ്ലോപ്പ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1, ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ x. ഇത് രണ്ടുമായിരുന്നു നമ്മൾ സ്ലോപ്പ് കാണാൻ ഉപയോഗിച്ച 2 ഫോർമുലാസ്. പിന്നെ നമുക്ക് വേണ്ടത് സ്ലോപ്പിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സ്ലോപ്പിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് പാരലൽ ലൈനിന്റെ സ്ലോപ്പുകളുടെ പ്രത്യേകത. പാരലൽ ലൈൻസിന്റെ പ്രത്യേകത എന്തായിരുന്നു? പാരലൽ ലൈൻസിന്റെ സ്ലോപ്പ് എന്ത് വരും? 2 ലൈൻ, ഒന്നിന്റെ സ്ലോപ്പ് m1 ഉം രണ്ടാമത്തെ സ്ലോപ്പ് m2 ആണെങ്കിൽ, പാരലൽ ലൈൻസ് ആണെങ്കിൽ അവയുടെ സ്ലോപ്പ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരും? their slopes are equal. പിന്നെ എന്റെ പ്രോപ്പർട്ടിയിൽ പെട്ട നമുക്ക് ഇവിടെ അത്യാവശ്യമായി വേണ്ടത് പെർപെൻഡിക്കുലർ ലൈനുകളുടെ സ്ലോപ്പ്. പെർപെൻഡിക്കുലർ ലൈനുകളുടെ സ്ലോപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? പെർപെൻഡിക്കുലർ ലൈനുകളുടെ സ്ലോപ്പ് പ്രൊഡക്റ്റ് എന്ത് വരും? നന്നായിട്ട് ഓർമ്മയുള്ളവർക്കും പഠിച്ചവർക്കും അറിയാം. ഒരു പ്രൊഡക്റ്റ് -1 ആയിരിക്കും.
അതായത് പാരലൽ ലൈൻ ആണെങ്കിലും ഒരു ലൈനിന്റെ സ്ലോപ്പ് അറിയാമെങ്കിൽ നമുക്ക് മറ്റേ ലൈൻ കണ്ടുപിടിക്കാം. രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിലും ഒന്നിന്റെ സ്ലോപ്പ് അറിയാമെങ്കിൽ മറ്റേതിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് സ്ലോപ്പിനെ പറ്റി നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നത്. സ്ലോപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻസിനെ പറ്റിയാണ് പഠിച്ചത്. സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കാണാൻ നമ്മൾ ഡിഫറെന്റ് മെത്തേഡുകൾ കഴിഞ്ഞ വർഷം പഠിച്ചു. പക്ഷെ നമുക്ക് അതിലെ എല്ലാ മെത്തേഡുകളൊന്നും ആവശ്യമില്ല. ഇവിടെ അതിലെ ആദ്യത്തെ മെത്തേഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒന്നാമത്തെ മെത്തേഡ് 5 ടൈപ്പിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഒരു പോയിന്റും സ്ലോപ്പും തന്നാൽ ഏതെങ്കിലും രണ്ട് കണ്ടീഷൻ വേണം നമുക്കറിയാം. പോയിന്റും സ്ലോപ്പും തന്നാൽ അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതാണ്. പോയിന്റും സ്ലോപ്പും ആണെങ്കിൽ ഇക്വേഷന്റെ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? y മൈനസ് y1 ഈസ് ഈക്വൽ ടു എല്ലാവരും പറഞ്ഞുകൊണ്ട് കാണുക x മൈനസ് x1. ഇതായിരുന്നു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഈ ഒറ്റ ഫോർമുല മാത്രമേ നമുക്ക് ഈ വർഷം മുഴുവനും ചെയ്യാൻ, ഈ സെക്ഷനിലെ 40 പ്രോബ്ലം ചെയ്യാനും നമുക്ക് വേണ്ടി 40 എല്ലാ പ്രോബ്ലത്തിലും തന്നെ ഈ ഫോർമുലയാണ് വേണ്ടി വരും. ഈ ഫോർമുല ഇനി ആരെങ്കിലും മറന്നുപോയവരുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല തറവായിട്ട് ഉറപ്പിച്ച് പഠിച്ചോളാം. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ അതിൽ നിന്ന് ആവശ്യമുള്ള ഒരു കാര്യം എക്സ് ആക്സിസിന്റെയും വൈ ആക്സിസിന്റെയും ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ആക്സിസ് ആയതുകൊണ്ട് y ഈക്വൽ ടു 0 ഓർമ്മയുണ്ടല്ലോ. ഇനി ഇക്വേഷൻ ഓഫ് വൈ ആക്സിസ് എന്തായിരുന്നു? വൈ ആക്സിസ് ആയതുകൊണ്ട് x ഈക്വൽ ടു 0 ഇക്വേഷൻ. പിന്നെ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് അതെന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ. എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ അതിന് പാരലൽ ആയിട്ടുള്ളതിനും ഇതേ സ്ട്രക്ചർ തന്നെ ആയിരിക്കുമല്ലോ, സ്ലോപ്പ് സെയിം അല്ലേ? അപ്പൊ y ഈക്വൽ ടു ഇത് 0യിൽ കൂടിയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു എന്ന് മാത്രം. ഇത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നു, അതിന് പകരം ഇത് y ആക്സിസിനെ ടച്ച് ചെയ്യുന്ന എന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യും. y ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ്. അതേപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് ഓടിച്ചോർക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ പാരലൽ ടു y ആക്സിസ് എന്തായിരുന്നു? ഇത് y ആക്സിസിന്റെ ഇക്വേഷൻ x ഈക്വൽ ടു 0 ആണെങ്കിൽ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ അതേപോലെ തന്നെ ലൈനാണ്. അപ്പൊ x ഈക്വൽ ടു 0ക്ക് പകരം x ഈക്വൽ ടു എ കോൺസ്റ്റന്റ് നമ്മൾ കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പഴയ ചാപ്റ്റർ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് ആവശ്യമുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മറന്നുപോയിരുന്ന് പെട്ടെന്ന് ഓർത്ത് വെച്ചോളുക. ഇനി നമ്മൾ നമ്മുടെ ഒറിജിനൽ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കും. അപ്പം ഞാൻ നിങ്ങളോടൊരു കഥ പറയാൻ പോവാണ്. കഥയല്ല, ഒരു കാര്യം. അവിടെ ഞാനൊരു പടം വരച്ച് വെച്ചേക്കുന്നത് കണ്ടോ? അതെന്താന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലാകാൻ സാധ്യതയില്ല. ഞാൻ വരച്ചത് എനിക്ക് മാത്രമേ സാധാരണ മനസ്സിലാകാറുള്ളൂ. അത് നടുക്കുള്ളത് സൂര്യനാണ്. അതിന് ചുറ്റും ഓർബിറ്റ്. ആരുടെ ഓർബിറ്റാണ്? ഭൂമിയുടെ ഓർബിറ്റ്. ഭൂമി സൂര്യനെ വലം വെക്കുന്ന ഓർബിറ്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ചന്ദ്രനിലേക്കൊരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ, നമ്മുടെ ചന്ദ്രയാൻ 1 അത് വിക്ഷേപിക്കാൻ തീരുമാനിച്ചു. അതിൽ ഭൂമി ഇപ്പം നിൽക്കുന്ന പൊസിഷനാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഭൂമിയുടെ പൊസിഷൻ. ആ ഓർബിറ്റിൽ ഭൂമി ഭൂമി അവിടെ എത്തുമ്പോഴാണ് അവർ വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർബിറ്റ് വിക്ഷേപിക്കാൻ വേണ്ടി അവർ സെലക്ട് ചെയ്തൊരു പാത്തുണ്ട്. ഓർബിറ്റിന് പോകാനുള്ള വഴി നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെക്കണമല്ലോ. അവർ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആ റൂട്ടാണ് ഞാനിവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇപ്പം മാത്തമാറ്റിക്കലി നോക്കുവാണെങ്കിൽ അതൊരു സ്ട്രേറ്റ് ലൈനാണ് അല്ലേ? ആ റൂട്ട്
ആ സ്ട്രെയിറ്റ് ലൈനിന് ഒരു പേര് പറയൂലോ, ആ ഫിഗർ വെച്ച് നോക്കിയാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ് അതിൻ്റെ പേര്? കണ്ട 10ൽ പഠിച്ചവർക്കറിയാം എന്താണത്. ടാൻജൻ്റ് ആണ്. ആ കർവ്, ഇവിടെ ഒരു കർവായിട്ട് അതിനെ സങ്കല്പിച്ചാൽ, ഈ ഓർബിറ്റിനെ ഒരു കർവായി സങ്കല്പിച്ചാൽ അതിൻ്റെ ടാൻജൻ്റ് ആണ് ഈ ഓർബിറ്റിന്, ചന്ദ്രയാന് പോകാനുള്ള പാത്തായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ചന്ദ്രയാന് പോകണമെങ്കിൽ, ഈ ഉപഗ്രഹത്തിന് സാറ്റലൈറ്റിന് പോകണമെങ്കിൽ അതിൻ്റെ പാത്ത് നേരത്തെ പ്രോഗ്രാം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഈ പാത്തിൻ്റെ ഇക്വേഷൻസ് അറിയണം. ഇതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ നമ്മൾ നിലവിൽ ഇപ്പോൾ പഠിച്ചു വെച്ചിട്ടില്ലേ? അന്ന് നിങ്ങൾ ഭാവിയിൽ വലിയ ചന്ദ്രയാനും സാറ്റലൈറ്റൊക്കെ അയക്കേണ്ട സ്ഥിതിയിലെത്തുമ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഒരു തിയറി ഇപ്പോഴേ നമ്മൾ പഠിച്ചു വെക്കുവാണ്. അപ്പോൾ ഈ പാത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് കാണണം. ഈ പാത്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വേണം. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇവിടെ ഈ പാത്ത്, ഇതാണ് ഈ പാത്ത്. ഈ പാത്തിനെ നമുക്ക് തൽക്കാലം കർവായിട്ട് വിചാരിക്കാം. ആ കർവ് കിട്ടിയാൽ നമ്മൾ എല്ലാത്തിനും പേര് കൊടുക്കണം. y = f(x) എന്നാണ് നമ്മൾ സാധാരണ കർവിന് കൊടുക്കുന്ന പേര്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ എന്ത് വരും? സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കാണാൻ നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിട്ടേ ഉള്ളൂ. എന്താണ്? ഇതാണ് ഭൂമി ഇപ്പം നിൽക്കുന്ന പോയിന്റ്, ഈ പോയിന്റ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലെ ഒരു പോയിന്റ് ആണ് ഇത്. ഈ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ, x0 y0. ചന്ദ്രയാൻ പോകേണ്ട വഴി, അല്ല സാറ്റലൈറ്റ് പോകേണ്ട വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ വഴിയിലെ ഒരു പോയിന്റ് നമുക്കറിയാം. പോയിന്റ് അറിയാമെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? y - y0 = m × m എന്ന് പറയുന്ന ആരായിരുന്നു? സ്ലോപ്പ്. ആരുടെ സ്ലോപ്പ്? ഏത് ലൈനിന്റെ ആണോ കാണേണ്ടത് ആ ലൈനിന്റെ സ്ലോപ്പ്. അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈൻ, ഇതൊരു ടാൻജന്റ് ലൈൻ ആണ് ഇവിടെ. പക്ഷേ ടാൻജന്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ കാണാന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കാണുക എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കാണണമെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് ഇവിടെ അറിയാം. പോയിന്റ് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ആരെയും കൂടെ മതി? സ്ലോപ്പും കൂടെ മതി. അപ്പം ISROയിലെ സയന്റിസ്റ്റുകൾക്ക് ഈ ലൈനിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി ഇപ്പൊ ഭൂമിയിലുള്ള പൊസിഷൻ, അതാണ് ആ പോയിന്റ് x0 y0 നമുക്കറിയാം. ഏത് പോയിന്റിൽ നിന്നാണ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യേണ്ടത് നമുക്കറിയാം. ആ പോയിന്റിന് അവർ അതിന്റെ കോർഡിനേറ്റ്സ് x0 y0 അവർ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പോകേണ്ട പാത്തിന്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഇക്വേഷനും കയ്യിലുണ്ട്. പിന്നെ എന്തും കൂടെ അറിഞ്ഞാൽ മതി? പോകേണ്ട പാത്തിന്റെ സ്ലോപ്പ് അറിയണം. ഇതിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ലോപ്പ് കൂടെ അറിഞ്ഞാലേ നമുക്ക് ആ ഇക്വേഷൻ അങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ കഴിഞ്ഞ വർഷം വരെ പഠിച്ച പ്രകാരം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് കാണണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾക്ക് x ആക്സിസുമായിട്ടുള്ള ആംഗിൾ അറിയണം ഈ സ്ട്രെയിറ്റ് ലൈനിന്, അല്ലെങ്കിൽ ഈ ലൈനിലെ രണ്ട് പോയിന്റ് അറിയണം. ഇവിടെ ഒരു പോയിന്റ് നമുക്കറിയാം, പക്ഷെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ബഹിരാകാശത്തുള്ള പോയിന്റ് ആണ്. ആ പോയിന്റ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? സാധാരണഗതിയിൽ ഒരു കൃത്യ പോയിന്റ്, പോകേണ്ട വഴിയിലെ കൃത്യ പോയിന്റ് നമുക്ക് ബഹിരാകാശത്ത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. അപ്പോൾ മറ്റൊരു പോയിന്റ് കൂടെ ഇതിലെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ പോയിന്റും ഇല്ല, ആംഗിളും ഇല്ല. നമ്മളിപ്പോൾ പറഞ്ഞ സ്ലോപ്പിന്റെ നിയമപ്രകാരം പോയിന്റോ ആംഗിളോ വേണം. അത് രണ്ടും ഇവിടെ പോസിബിൾ അല്ല. പക്ഷെ നമുക്കിത് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കാനായി ആര് വരും? നമ്മുടെ ഡെറിവേറ്റീവ് വരും. അപ്പൊ ഡെറിവേറ്റീവിന്റെ സഹായത്തോടു കൂടി ടാൻജന്റിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്ലോപ്പ് ഓഫ് എ ടാൻജന്റ് യൂസിങ് ഡെറിവേറ്റീവ്സ്. അപ്പൊ ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റിന് ഞാൻ എളുപ്പത്തിന് വേണ്ടി TGT എന്ന് എഴുതാണ്. ടാൻജന്റ് എന്ന് തന്നെ നിങ്ങൾ എഴുതണം. സ്ലോപ്പ് ഓഫ് ടാൻജന്റ്
ടു ദ കർവ് y equal to f of x. അത് മുഴുവനൊന്നും ഞാൻ എഴുതിയിട്ടില്ല. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ടു ദ കർവ് അറ്റ് ദ പോയിന്റ്, ഏത് പോയിന്റില് ഇപ്പൊ ഇവിടുന്നാണ് വിക്ഷേപിക്കുന്നതെങ്കിൽ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റിലുള്ള ടാൻജന്റ് ആണ് നമുക്ക് വേണ്ടത്. അതിന്റെ സ്ലോപ്പ് ഈക്വൽ ടു, അതാണ് എന്ത്, ഡെറിവേറ്റീവ്. ആരുടെ ഡെറിവേറ്റീവ്? ഈ കർവിന്റെ ഡെറിവേറ്റീവ് dy by dx. y ഈക്വൽ ടു f of x അല്ലേ കർവിന്റെ ഇക്വേഷൻ. ഈ കർവിന്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഇത് ഇത്രയും കേട്ടിട്ട് ഓടിയൊക്കെ എഴുതുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഇനി ഇവിടുന്നാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇതാണ് ടാൻജന്റ്. അപ്പൊ ഇതിന്റെ പാത്താണ് നമുക്ക് വേണ്ടത് അല്ലേ. ഇനി അതല്ല, അവിടുന്ന് ലോഞ്ച് ചെയ്ത് ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചു. ഈ പാത്തിൽ നിന്ന് അവരൊന്നും പാത്തും അത് മാറ്റാൻ തീരുമാനിച്ചു. അവർ ഈ പോയിന്റ് ഭൂമിയില് ഇവിടെ എത്തുമ്പം ഈ പോയിന്റിൽ നിന്ന് ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു. അതായത് x1 y1 എന്നുള്ള പോയിന്റിൽ എത്തുമ്പോഴാണ് ലോഞ്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? ഇവിടെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ പറ്റിയില്ല. നമുക്ക് ഇവിടെ വേറെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റുകയാണ്. x1 y1 എന്നുള്ള ഈ പോയിന്റിൽ ഭൂമി എത്തുമ്പോൾ ഇവിടുന്ന് ലോഞ്ച് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചു. അവിടുന്ന് ലോഞ്ച് ചെയ്തേക്കാൻ തീരുമാനിച്ചാൽ അപ്പോൾ പോകേണ്ട പാത്ത് ഏതായിരിക്കും? ഓർബിറ്റ് പോകുന്നത് എപ്പോഴും ടാൻജൻഷ്യൽ പാത്തിലാണെന്ന് നിങ്ങൾ ന്യൂസ് വായിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് പാത്ത്. ഈ പാത്തിൽ കൂടിയാണ് പോകേണ്ടത്. ഞാൻ വരച്ചതിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ ഒറ്റ പോയിന്റ് ഇത് ടച്ച് ചെയ്യുള്ളൂ കർവിനെ കേട്ടോ. ഞാൻ വരച്ചതിൽ വന്ന ഇത് മിസ്റ്റേക്കാണ്. അപ്പൊ ഈ ലൈൻ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തിയേക്കുവാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പാത്തിന്റെ ഇക്വേഷൻ വേണ്ടത്. ഈ പാത്തിന്റെ ഇക്വേഷൻ വേണമെങ്കിൽ എന്ത് വേണം? നമ്മളിപ്പോൾ നിലവിൽ പറഞ്ഞ പ്രകാരം y മൈനസ് ഈ പോയിന്റ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു x മൈനസ് x1. അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് വേണം. ഈ ലൈനിന്റെ സ്ലോപ്പ് ഇതിന്റെ സ്ലോപ്പും സെയിം ആണോ? കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളിപ്പം പഠിച്ച പ്രകാരം സ്ലോപ്പ് എന്ന് പറഞ്ഞ് m ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എ കർവ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് കർവ് dy by dx ആണെന്നറിയാം. അപ്പൊ dy by dx ആണെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷെ എന്ത് സംഭവിക്കും? ഇതിനും ഒരു സ്ലോപ്പാണോ ഉള്ളത്? ആണോ? അല്ല. ഇത് ഈ പോയിന്റിലുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ്, ഇത് ഭൂമി ഇവിടെ എത്തുമ്പോഴുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ്. രണ്ട് സ്ട്രേറ്റ് ലൈൻ ആണ്. രണ്ടിനും രണ്ട് പാരലല്ല, അതുകൊണ്ട് രണ്ടിനും രണ്ട് സ്ലോപ്പാണുള്ളത്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എങ്ങനെ? ഓരോ പോയിന്റിലെയും സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണെന്ന് പറഞ്ഞു. പക്ഷേ രണ്ട് പാരലല്ലാത്ത ലൈനുകളാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഡെറിവേറ്റീവ് ആണ്, ഈ കർവിന്റെ ഡെറിവേറ്റീവ് ആണെന്ന് പറഞ്ഞു. ഞാൻ കർവിന്റെ ഡെറിവേറ്റീവ് ഇവിടെ കണ്ടുവച്ചു. പക്ഷേ ഈ കർവിന് ഡിഫറെന്റ് പോയിന്റുകൾ നമ്മൾ എടുത്തു. ഡിഫറെന്റ് പോയിന്റിലുള്ള പാത്ത് എടുത്തു. പക്ഷെ ഈ രണ്ട് പാത്തിന്റെ സ്ലോപ്പ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഡെറിവേറ്റീവ് മാത്രം പോരാന്ന് മനസ്സിലായില്ലേ? ഈ സ്ലോപ്പും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ ഒന്നല്ലേ? അതാണോ? അപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് മാത്രം എഴുതി വെച്ചാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ സ്ലോപ്പ് അല്ല നമുക്ക് ശരിക്കും കിട്ടുന്നത്. നമ്മൾ ഇങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ അത് റോക്കറ്റ് എങ്ങോട്ട് പോകും? റോക്കറ്റ് ഇങ്ങോട്ട് പോകും. അത് പോയി അവിടെ ചന്ദ്രനിലോട്ട് വിട്ടത് ചിലപ്പം പോയി ചൊവ്വേ വീഴും. അതുകൊണ്ട് ശരിയായ വഴിക്ക് തന്നെ പോകണമെങ്കിൽ ഇതിന്റെ ശരിയായ സ്ലോപ്പ് തന്നെ കിട്ടണം. അതേപോലെ ഈ വഴിക്കാണ് പോകേണ്ടതെങ്കിൽ ഇതിന്റെ തന്നെ കറക്റ്റ് സ്ലോപ്പ് കിട്ടണം. അല്ലാതെ രണ്ടു പേർക്കും കൂടി ഒരേ സ്ലോപ്പ് കൊടുത്താൽ രണ്ടും കൂടി ചിലപ്പോൾ കൂട്ടിയിടിച്ചെന്ന് വരെ വരും. അതുകൊണ്ട് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ടു ദ കർവ് ഈസ് ഡെറിവേറ്റീവ് ആണ് എങ്കിലും ഇത് ഏത് പോയിന്റിൽ, ഇപ്പൊ നമ്മൾ ഈ പോയിന്റിന്റെ സ്ലോപ്പ് എടുക്കാൻ പോകുന്നത്, ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച ശേഷം എന്ത് കൊടുക്കണം? അറ്റ് ദാറ്റ് പോയിന്റ് ഇതിനകത്ത് എക്സും വൈയും ഉണ്ടാവും. ആ എക്സും വൈക്കും ഈ പോയിന്റ് ഇട്ട് കൊടുക്കണം. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് കൊടുക്കണം. ഈ പോയിന്റ് നിങ്ങൾ ഇട്ട് കൊടുക്കാൻ മറന്നു പോയാൽ നമ്മുടെ സാറ്റലൈറ്റ് പോയി ചൊവ്വേ വീഴും, തലയും കുത്തി വീഴും, വഴി തെറ്റിപ്പോവും. കറക്റ്റ് വഴി പോകണമെങ്കിൽ ഇതിന്റെ തന്നെ കറക്റ്റ് ലൈനിന്റെ ഇക്വേഷൻ കിട്ടണം. കറക്റ്റ് ലൈനിന്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ കറക്റ്റ് സ്ലോപ്പ് കിട്ടണം. കറക്റ്റ് സ്ലോപ്പ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഡെറിവേറ്റീവ് മാത്രം പോരാ, എന്തും കൂടെ വേണം. ഏത് പോയിന്റിലെ ടാൻജന്റ് ആണോ, ഏത് പോയിന്റിൽ നിന്നാണോ പുറപ്പെടുന്നത്, ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാ വർഷവും ഞാൻ പറയുകയും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പം എത്രമാത്രമേ നിങ്ങൾ എഴുതുള്ളൂ, dy by dx എന്ന് മാത്രമേ എഴുതി വെക്കുള്ളൂ. അത് മാത്രം കണ്ടുവച്ചിട്ട് അവിടെ പോകും.
അപ്പൊ മാർക്കെല്ലാം അതിന്റെ വഴിക്ക് പോയി ചൊവ്വ റോക്കറ്റ് തലയും കുത്തി വീഴുന്നാലും മാർക്കും തലയും കുത്തി വീഴും. അത് ചെയ്യരുത്. അതിന്റെ പോയിന്റിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. ഓരോ പോയിന്റിലും ഭൂമി ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്നാണ് വിക്ഷേപിക്കുന്നത്, ഈ പാത്തിലാണ് പോകേണ്ടത്. ഈ പാത്തിൽ പോകണമെങ്കിൽ ഇതിന്റെ തന്നെ സ്ലോപ്പ് വേണം. ഇതിന്റെ തന്നെ സ്ലോപ്പ് നീ ഐഡന്റിഫൈ ചെയ്തെടുക്കണം. ഇതിന്റെ തന്നെ സ്ലോപ്പ് എന്ന് അറിയണമെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് അറ്റ ഈ പോയിന്റിലുള്ള ഡെറിവേറ്റീവ് തന്നെ വേണം. എന്നാലേ ഈ വഴിക്ക് തന്നെ കൃത്യം പോകുള്ളൂ. ഈ പോയിന്റ് ചെല്ലുമ്പോഴാണ് വിക്ഷേപിക്കുന്നതെങ്കിൽ ഈ പാത്തിൽ കൂടെ പോകണമെങ്കിൽ ഈ ലൈനിന്റെ തന്നെ സ്ലോപ്പ് വേണം. ഈ ലൈനിന്റെ തന്നെ സ്ലോപ്പ് കിട്ടണമെങ്കിൽ ഡെറിവേറ്റീവ് പോരാ, ഡെറിവേറ്റീവ് ഈ പോയിന്റിലുള്ള ഡെറിവേറ്റീവ് തന്നെ വേണം. എന്നാലേ ഈ ലൈനിന്റെ സ്ലോപ്പ് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ വഴി മാറിപ്പോകും. അപ്പം വെറുതെ റോക്കറ്റിനെ കൊണ്ടുപോയി നിങ്ങൾ ഭാവിയിൽ റോക്കറ്റിനെ കൊണ്ടുപോയി തലയും കുത്തി വീഴ്ത്തരുത്. കോടികൾ മുടക്കി വിടുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ കറക്റ്റ് പഠിച്ചിട്ട് വഴിയെല്ലാം പഠിച്ചു വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ? അതിനു വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ റോക്കറ്റ് ഇത് നമുക്ക് പറഞ്ഞതൊന്നും മനസ്സിലാകാത്തുണ്ടെങ്കിൽ അതോർത്തൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ് ഇത്. പക്ഷെ ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈസ് dy/dx. dy/dx മാത്രം പോരാ, ഏത് പോയിന്റിലെ ടാൻജന്റ് ആണോ ആ പോയിന്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ ആ പാത്തിന്റെ തന്നെ സ്ലോപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാ പാത്തിനും dy/dx തന്നെ കിട്ടും. ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ എല്ലാം സ്ലോപ്പ് dy/dx കിട്ടും. അപ്പൊ റോക്കറ്റ് എല്ലാം കൂടി പല വഴിക്ക് വിടുന്ന റോക്കറ്റ് എല്ലാം കൂടി സെയിം സ്ലോപ്പിൽ പോയാൽ സെയിം വഴിയെ വന്ന് കൂട്ടിയിടിക്കും. അതുകൊണ്ട് അവരവരുടെ പാത്തിൽ കൂടെ പോകണം. അവരവരുടെ പാത്തിൽ കൂടെ പോകണമെങ്കിൽ അവരവരുടെ സ്ലോപ്പ് കിട്ടണം. അവരവരുടെ സ്ലോപ്പ് കിട്ടണമെങ്കിൽ അവരവരുടെ പോയിന്റ് കൊടുക്കണം. ഇത്രയും ഞാൻ പറഞ്ഞ സമയം കളഞ്ഞത് ആ പോയിന്റ് ഇടാൻ നിങ്ങൾ മറന്നു പോകും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ നമ്മളിത് നമ്മുടെ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മൾ റോക്കറ്റൊക്കെ കറക്റ്റ് ആയിട്ട് ഭാവിയിൽ നിങ്ങൾ വിക്ഷേപിച്ചോണം. എല്ലാം കൊണ്ടുപോയി കളഞ്ഞേക്കരുത്. അത് അന്നേരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പം പഠിച്ചാൽ ഇപ്പോഴാണ് നമ്മളിത് പഠിക്കുന്ന സമയം. ഇനി നിങ്ങൾ ഭാവിയിൽ അങ്ങോട്ട് പഠിക്കുകയല്ല. ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അപ്ലൈ ചെയ്യണമെങ്കിൽ അന്നേരം അപ്ലൈ ചെയ്യാനേ വേണ്ടു. അതുകൊണ്ട് ഇപ്പൊ പഠിക്കുന്നത് നന്നായിട്ട് ഓർത്ത് വെച്ചോ. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ റോക്കറ്റൊക്കെ ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളല്ലേ. നമുക്കിപ്പോൾ തൽക്കാലം +2 പാസ്സാകുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഫോർമുല ഇതുപോലെ പഠിച്ചു വെക്കുക. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ടു ദ കർവ് ടു എനി കർവ് y of x at a point x0 y0 is dy/, is കർവിന്റെ സ്ലോപ്പ്, ഈ കർവിന്റെ ഡെറിവേറ്റീവ് അറ്റ് ദിസ് പോയിന്റ്, ആ പോയിന്റിലെ സ്ലോപ്പ് തന്നെ കാണണം. അപ്പോ സ്ലോപ്പായി. അതുകൊണ്ട് ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താണ്? therefore equation of tangent is, ഇതാണ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ്. ഇക്വേഷൻ ഓഫ് ടാൻജന്റ്, ഇക്വേഷൻ ഓഫ് ടാൻജന്റിന്റെ അത് സ്ലോപ്പ് വേണം. സ്ലോപ്പ് m is equal to ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ്. കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വേഷൻ തന്നെ എടുക്കുക. സ്ലോപ്പ് കാണാൻ വേണ്ടി നമ്മൾ പുതിയ മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. സ്ലോപ്പ് ഓഫ് ടാൻജന്റിന്റെ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ് പഠിച്ചിട്ടുള്ളൂ. ബാക്കി പറഞ്ഞതൊന്നുമില്ല. നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇനി തിരിച്ചു വരിക. നമ്മുടെ ഈ സെക്ഷന്റെ പേര് ടാൻജന്റ്സ് ആൻഡ് നോർമൽസ് ആണെന്ന് അറിയാലോ. അപ്പൊ ടാൻജന്റിന്റെ ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്. നമുക്ക് ഇനി ആരുടെ ഇക്വേഷനും കൂടെ വേണം, നോർമലിന്റെ ഇക്വേഷനും കൂടെ വേണം. ഈ നോർമൽ ആരാന്നറിയാവോ? ഈ പോയിന്റ് എടുത്തു, x0 y0 എന്നുള്ളൊരു പോയിന്റ്. ആ പോയിന്റിലെ ഒരു ടാൻജന്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ കർവ് y = f(x) എന്നാണ് കർവ്. ഇതിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ, ഈ കർവിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലുള്ള നോർമൽ എന്ന് പറഞ്ഞാല് ഈ പോയിന്റിലുള്ള ടാൻജന്റ് അല്ലേ ഇതാണ് ഇതിന്റെ ടാൻജന്റ്. ഈ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയി ഉള്ള ലൈൻ, ഈ പോയിന്റിലുള്ള ലൈൻ, ഈ പോയിന്റിലെ ടാൻജന്റ് ഇത്, ഈ പോയിന്റിലെ നോർമൽ ഇത്. ഇതിന്റെ പേരാണ് നോർമൽ. നോർമൽ is a line perpendicular to the tangent to the curve at the point at the x0 y0. മനസ്സിലായല്ലോ? ഇതേ പോയിന്റിലെ ടാൻജന്റ് ഇത്, നോർമൽ ഇത്. വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നോർമൽ എന്ന് പറഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോർമലിന്റെ ഇക്വേഷൻ എന്തായിരിക്കും?
What is equation of normal? Equation of normal എന്ന് പറഞ്ഞാൽ എന്തായി സാധനം ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. Therefore സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഏത് പോയിന്റിലെ സ്ട്രെയിറ്റ് ലൈൻ x0 y0 എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y കഴിഞ്ഞ വർഷം പഠിച്ച ഫോർമുല y മൈനസ് y0 ഇൻറ്റു ഫോർമുല അറ്റ് m എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇത് ഇക്വേഷൻ ഓഫ് നോർമൽ. m എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ലോപ്പ് ഓഫ് നോർമൽ. m ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് നോർമൽ. അത് എവിടെ നിന്ന് കിട്ടും? ഇപ്പൊ പറഞ്ഞോ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്ലോപ്പ് ഓഫ് നോർമൽ ഈസ് ഈക്വൽ ടു എന്ത് വരും? കിട്ടിയില്ലേ? നോർമൽ എന്ന് പറഞ്ഞാൽ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആണ്. ടാൻജന്റിന്റെ സ്ലോപ്പ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നോർമലിന്റെ സ്ലോപ്പ് ആരായിരിക്കും? പെർപെൻഡിക്കുലർ ലൈനുകളുടെ സ്ലോപ്പിന്റെ പ്രത്യേകത നമ്മൾ ഇപ്പൊ പഠിച്ചു വെച്ചതേ ഉള്ളൂ. അവരുടെ പ്രൊഡക്റ്റ് -1 ആണ്. അപ്പൊ m1 അറിയാമെങ്കിൽ m2 ഈസ് -1/m2. ഇതിന്റെ റെസിപ്രോക്കലിന്റെ മൈനസ് എന്ന് പറഞ്ഞ നമ്മൾ കഴിഞ്ഞ പഠിച്ചില്ലേ? അപ്പൊ അതുപോലെ അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് നോർമൽ എന്ത് വരും? ഇതാണ് ടാൻജന്റിന്റെ സ്ലോപ്പ്. അപ്പൊ അതിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ. അപ്പൊ എന്ത് വരും? -1/dy/dx. m1 into m2 equal to -1. Therefore m1 slope of first line equal to -1 by slope of second line. Therefore -1 by slope of second line. Second line slope ഡെറിവേറ്റീവ് മാത്രം പോരാ. ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡിഫറെന്റ് പാത്തിൽ പോകുന്ന നമ്മുടെ സാറ്റലൈറ്റുകളെല്ലാം കൂടി സെയിം സ്ലോപ്പ് ആയതുകൊണ്ട് ഒന്ന് കൂട്ടിയിടിച്ച് കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെ വരരുത്, എല്ലാം വഴിതെറ്റി പോകും. സെയിം സ്ലോപ്പ് വേണമെങ്കിൽ പാരലാകുമ്പോൾ ഒരിക്കലും കൂട്ടിയിടിക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അവർ വഴിതെറ്റി പോകും. അതുകൊണ്ട് നമ്മൾ ആ പോയിന്റ് നിർബന്ധമായും നോട്ട് ചെയ്തിരിക്കണം. ഇതാണ് സ്ലോപ്പ് ഓഫ് നോർമൽ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ നാലാമത്തെ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇക്വേഷൻ ഓഫ് ടാൻജൻസ് ആൻഡ് ഇക്വേഷൻ ഓഫ് നോർമൽസ്. ഇത് ഇക്വേഷൻ ഓഫ് നോർമലിന്റെ ഫോർമുല, ഇത് ഇക്വേഷൻ ഓഫ് ടാൻജന്റിന്റെ ഫോർമുല. ഇത് രണ്ടും നോട്ടിലേക്ക് തെറ്റാതെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്ന 40 പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഈ 40 പ്രോബ്ലം ചെയ്യാനുള്ളതിനെ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് തിരിക്കാം. ഒന്ന് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് ഇക്വേഷൻ ഓഫ് നോർമൽ എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് അല്ല കേട്ടോ. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ എന്നുള്ളത് ഒറ്റ ടൈപ്പായി നമ്മൾ കണക്കാക്കുന്നുള്ളൂ. ഇതല്ല രണ്ട് ടൈപ്പ്. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആയിരിക്കും, ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇക്വേഷൻ ഓഫ് നോർമൽ ആയിരിക്കും. അതിനെ രണ്ടിനെ നമ്മൾ ഒരേ വിഭാഗമായിട്ട് തന്നെ കണക്കാക്കുന്നുള്ളൂ. ഇപ്പൊ രണ്ട് ടൈപ്പായിട്ട് തിരിക്കുമ്പോൾ ഏതാണ് രണ്ട് ടൈപ്പ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാലേ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പമാവുള്ളൂ. ഇപ്പൊ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ നമുക്ക് ചെയ്യേണ്ടത്. രണ്ട് ടൈപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അല്ലെങ്കിൽ നോർമൽ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയും നമ്മുടെ കയ്യിലുണ്ട്. y minus y0 is equal to m into x minus x0. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയാണ് കിട്ടുന്നത് നമുക്കറിയാം. പക്ഷെ രണ്ട് ടൈപ്പിൽ ഇത് ചെയ്യാം. ആ രണ്ട് ടൈപ്പാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. ക്വസ്റ്റ്യനിൽ എന്ത് തന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ രണ്ട് ടൈപ്പായിട്ട് തിരിച്ചിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യനിൽ ഈ രണ്ട് കാര്യങ്ങളാണ് തന്നതെങ്കിൽ നമ്മളെ ഫസ്റ്റ് ടൈപ്പായിട്ട് വിചാരിക്കും. ഇനി ഇത് രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് സെക്കൻഡ് ടൈപ്പ് പ്രോബ്ലമായിട്ട് വിചാരിക്കും. പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തിരിച്ചെന്നുള്ളൂ. ഇപ്പൊ ക്വസ്റ്റ്യനിൽ കർവ്, ഏത് കർവിന്റെയാണോ ടാൻജന്റ് വേണ്ടത് ആ കർവ് എന്തായാലും തരണം. അത് രണ്ട് കേസിലും തരും. കർവ് തന്നിരിക്കും, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി നിങ്ങൾ ബോധേടാവണ്ട. ഇപ്പൊ ഒന്നാമത്തെ ടൈപ്പില് പിന്നെ നമ്മൾ ഏതാ ടൈപ്പ് എന്ന് തിരിച്ചറിയുന്നത് ഏത് നോക്കിയിട്ടാണ് ആ ക്വസ്റ്റ്യനിൽ പോയിന്റ്. നമുക്ക് ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? x0 y0 എന്നുള്ള പോയിന്റും വേണം, സ്ലോപ്പും വേണം. രണ്ട് കാര്യങ്ങൾ വേണമല്ലോ. ആ ക്വസ്റ്റ്യനിൽ ഒരു പക്ഷേ പോയിന്റ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. x0 y0 മാത്രമേ തന്നിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ. x0 y0 മാത്രമേ, ആ പോയിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ആരെയും കൂടി ആവശ്യമാണ്? ഇത് മാത്രമേ തന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെയും കൂടി ആവശ്യമാണ്? സ്ലോപ്പ് കൂടി ആവശ്യമാണ്. നമുക്കറിയാം m കൂടെ വേണം. അപ്പോ പോയിന്റ് തന്നാൽ നമ്മൾ ആരെ കണ്ടുപിടിക്കണം? സ്ലോപ്പും കൂടി കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് കണ്ടുപിടിക്കാൻ? ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അല്ലെങ്കിൽ നോർമൽ കണ്ടുപിടിക്കാൻ. മനസ്സിലായില്ലേ?
അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അപ്പോൾ നമ്മൾ ആരെ കണ്ടുപിടിക്കേണ്ടി വരും? വി ഹാവ് ടു ഫൈൻഡ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇക്വേഷൻ, ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടാൻജന്റിന്റെ ഇക്വേഷൻ കിട്ടും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. മനസ്സിലായില്ലേ? ഒന്നാമത്തെ ടൈപ്പിനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഏത് ടൈപ്പാണെന്ന് നമ്മൾ ആദ്യം നോക്കണം. എന്നിട്ട് വേണം അതിന്റെ പ്രൊസീജിയർ ഉപയോഗിച്ച് വേണം നമുക്കത് സോൾവ് ചെയ്യാൻ. അതിന്റെ പ്രൊസീജിയർ ഏതാണെന്ന് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഈ രണ്ട് ടൈപ്പ് ചെയ്യുമ്പോഴും ഞാൻ കൃത്യമായി പറയും. അന്നേരം ഇപ്പോൾ ഒന്നിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട് ഒരുമിച്ച് പറയുന്നില്ല. അപ്പോൾ ടൈപ്പ് ഏതാണെന്ന് ആദ്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് ഗിവൺ കണ്ടീഷൻസ്, ഇത്രയാണ് ഗിവൺ. ഇപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അഡീഷണൽ ആയിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് കണ്ടുപിടിച്ചത് അതിന്റെ പ്രിലിമിനറി സ്റ്റെപ്പായിട്ട് വിചാരിച്ചാൽ മതി. സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. അത് നമ്മൾ ആദ്യം ചെയ്യുന്ന മോഡല് ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് 1 പ്രോബ്ലംസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ടൈപ്പ് 2 പ്രോബ്ലം എന്താണെന്ന് പറയാം. ടൈപ്പ് 2 പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിൽ രണ്ടും കർവ് തരുമെന്ന് പറഞ്ഞാൽ അതിൽ മാറ്റമില്ല. പിന്നെ മാറ്റം വരുന്നത് പിന്നെ രണ്ടാമത് എന്താണ് തന്നിരിക്കുന്നതെന്നാണ്. ചിലപ്പോൾ ഇവിടെ പോയിന്റ് ആണ് തന്നെന്ന് പറയും. ഇവിടെ പോയിന്റ് തരികയില്ല, പകരം ആ ടാൻജന്റിന്റെ സ്ലോപ്പ് പറയും. സ്ലോപ്പ് എത്രയാണെന്ന് പറയും. ചിലപ്പോൾ സ്ലോപ്പ് ഇത്രയാണ് സ്ലോപ്പ് എന്ന് ഡയറക്റ്റ് പറഞ്ഞിരിക്കും. ചില കേസിൽ സ്ലോപ്പ് എത്രയാണ് ഡയറക്റ്റ് പറയുകയില്ല. ആ ലൈൻ മറ്റൊരു ലൈനിന് പാരലലാണ്, പെർപെൻഡിക്കുലർ ആണ്, ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാം. അതായത് സ്ലോപ്പ് ഗിവൺ എന്നാണ് ആ കേസിനെ നമ്മൾ കണക്കാക്കുള്ളൂ. സ്ലോപ്പ് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ തന്നിരിക്കും. അതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഇപ്പൊ ഈ ടൈപ്പ് തമ്മിൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഈ ടൈപ്പ് ആണോ, ഫസ്റ്റ് ടൈപ്പ് ആണോ, സെക്കൻഡ് ടൈപ്പ് ആണോ? ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല, എളുപ്പത്തിൽ പോകും. അല്ലെങ്കിൽ നിങ്ങൾ ഈ 40 ദിവസം ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ആയി പോകും. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിൽ ഉറപ്പിക്കണം. രണ്ട് ടൈപ്പ് പ്രോബ്ലം ആണ് വരാൻ സാധ്യതയെന്നും ഒന്നാമത്തെ ടൈപ്പ് ഇതാണെന്നും രണ്ടാമത്തെ ടൈപ്പ്, ഒന്നാമത്തെ ടൈപ്പ് പോയിന്റ് തരുന്ന ടൈപ്പും രണ്ടാമത്തേത് സ്ലോപ്പ് തരുന്ന ടൈപ്പുമാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇനി ഇവിടെ നമ്മൾ പോയിന്റ് തരുന്ന കേസിൽ എന്ത് കണ്ടുപിടിച്ചു? സ്ലോപ്പ് കണ്ടുപിടിച്ചു. സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വേണ്ട ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ സ്ലോപ്പ് ആണ് തന്നതെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈനിലെ കാണേണ്ടത്, ടാൻജന്റിലെ കാണേണ്ടത്. ഇനി സ്ലോപ്പ് ആണ് തന്നതെങ്കിൽ നമ്മൾ ആരെ കണ്ടുപിടിക്കണമായിരുന്നു? പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു. പോയിന്റ് x0 y0 നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കും. ഹൗ ടു ഫൈൻഡ് ദ പോയിന്റ് x0 y0 if slope is given എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. ഇത് പഠിക്കും. ആദ്യം നമ്മൾ ഇക്വേഷൻ ഓഫ് ഈ രണ്ടാമത്തെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പോയി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അല്ല കാണുന്നത്. അതിനു മുമ്പ് സ്ലോപ്പ് തന്നാൽ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാടെണ്ണം. ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്ത് തറവാകും. പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന് വിചാരിച്ചാൽ മതി. ടൈപ്പ് 2 പ്രിലിമിനറി സ്റ്റെപ്പ് നമ്മൾ ആദ്യം പഠിക്കും. പഠിച്ച ശേഷമേ പിന്നെ രണ്ടാമത്തെ അതിന്റെ ഒറിജിനൽ പ്രോബ്ലം ആയ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കാണാൻ നമ്മൾ തുടങ്ങുള്ളൂ. ഇക്വേഷൻ ഓഫ് ടാൻജന്റിന്റെ ഫോർമുലയിലേക്ക് പോയിന്റും സ്ലോപ്പും കിട്ടിയാൽ പിന്നെ നമ്മുടെ ഫോർമുലയായ y - y0 m × x - x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അത് നമുക്കറിയാം, ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ പ്രിലിമിനറി സ്റ്റെപ്പാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇതിന്റെ പ്രിലിമിനറി സ്റ്റെപ്പ് സ്ലോപ്പ് കാണുക എന്നുള്ളത്. അത് നമുക്ക് ഇപ്പൊ തന്നെ ഓൾറെഡി ഫോർമുല അറിയാം. പോയിന്റ് അറിഞ്ഞാൽ പോയിന്റും കർവും തന്നാൽ സ്ലോപ്പ് കാണാൻ നമ്മളിപ്പോ ഓൾറെഡി ഫോർമുല പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ഒന്നാമത്തെ ടൈപ്പ് നമുക്ക് ഓൾറെഡി ഇപ്പൊ തന്നെ ക്ലിയർ ആണ്. പോയിന്റും സ്ലോപ്പും തന്നാൽ കർവും പോയിന്റും തന്നാൽ ആ ഇക്വേഷന്റെ ടാൻജന്റ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കറിയാം. സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് ആണെന്ന് അറിയാം. നമ്മൾ സ്ലോപ്പ് അങ്ങനെ ഫോർമുല വെച്ച് അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ y - y0 m × x - x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ ആയി. ഒന്നാമത്തെ ടൈപ്പ് വളരെ ഈസിയാണ്, ഒരു പ്രോബ്ലവും ഇല്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. എങ്കിലും നമ്മൾ ആദ്യം പോയിന്റ് ഉപയോഗിച്ച് സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ചെയ്യും. ഇതിന്റെയും പ്രിലിമിനറി സ്റ്റെപ്പാണിത്, ഫൈൻഡ് സ്ലോപ്പ്. പ്രിലിമിനറി സ്റ്റെപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ശേഷമേ ഇതിന്റെ ഒറിജിനൽ പ്രോബ്ലം തുടങ്ങുള്ളൂ. ടൈപ്പ് 1 അങ്ങനെ ഒരു സെക്ഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ടൈപ്പ് 2 ചെയ്യാൻ തുടങ്ങുള്ളൂ. ടൈപ്പ് 2 പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോബ്ലംസ് ഏത് മോഡലാണെന്നാണ് ഞാൻ വീണ്ടും പറയുന്നത്. നിങ്ങൾ ഇത് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ചെയ്യുന്ന പ്രോബ്ലം ഫൈൻഡ് ദ പോയിന്റ്സ്, സ്ലോപ്പ് തന്നാൽ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന പ്രിലിമിനറി സ്റ്റെപ്പാണ്. അതാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം നമുക്ക് ചെയ്യാനുള്ളത്. ഈ സ്റ്റെപ്പ് സ്ലോപ്പ് ഉപയോഗിച്ച്
പോയിന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്, പ്രിലിമിനറി മെത്തേഡ് ഒരുപാട് പ്രോബ്ലം ചെയ്യും. ചെയ്ത് തറവായ ശേഷം നമ്മൾ സ്ലോപ്പും കർവും തന്നാൽ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കാണുന്ന രണ്ടാമത്തെ ഫൈനൽ സ്റ്റെപ്പ്. അതൊന്നും ചെയ്യാനില്ല, ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പണിയുള്ളൂ. ഇതാണ് ഇതിന്റെ മെയിൻ സ്റ്റെപ്പ്, രണ്ടാമത്തെ മോഡലിന്റെ. അപ്പോൾ ഈ രണ്ട് ടൈപ്പും പ്രോബ്ലംസ് ആണ്. ഈ രണ്ട് ടൈപ്പും കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഈ സെക്ഷനിലുള്ള പ്രോബ്ലംസ് മുഴുവൻ വരുന്നത്. ഇപ്പൊ ബലത്തിൽ നമ്മൾ 4 ടൈപ്പ് പ്രോബ്ലം ചെയ്യും എന്ന് മാത്രം. ഒന്ന് കർവും പോയിന്റും തന്നാൽ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന മോഡല്, 2 കർവും പോയിന്റും തന്നാൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന മോഡല്. മൊത്തത്തിൽ നമ്മൾ ടൈപ്പ് 1 പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കർവും സ്ലോപ്പും തന്നാല് പോയിന്റ് കണ്ടുപിടിക്കുന്ന മോഡല്, പ്രിലിമിനറി സ്റ്റെപ്പ്, ടൈപ്പ് 2ന്റെ പ്രിലിമിനറി സ്റ്റെപ്പ്. പിന്നെ കർവും സ്ലോപ്പും തന്നാല് ഇക്വേഷൻ ഓഫ് ടാൻജന്റ്, പ്രിലിമിനറി കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് 4ാമത്തെ മോഡൽ. അപ്പൊ ഈ 4 മോഡലായിട്ട് വിചാരിച്ചാലും മതി. ഇതൊന്ന് ടൈപ്പ് 1ന്റെ പ്രിലിമിനറി, ടൈപ്പ് 1ന്റെ ഒറിജിനൽ, പ്രിലിമിനറി അഡ്വാൻസ് അല്ലേ. ഇത് ടൈപ്പ് 1ന്റെ പ്രിലിമിനറി, ഇത് ടൈപ്പ് 1ന്റെ അഡ്വാൻസ്, ഇത് ടൈപ്പ് 2ന്റെ പ്രിലിമിനറി, ടൈപ്പ് 2ന്റെ അഡ്വാൻസ്. അങ്ങനെ വിചാരിച്ച് പഠിച്ചാൽ മതി. നമ്മളിനി പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പൊ ഈ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ എളുപ്പം വരും. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. നമ്മൾ ഫസ്റ്റ് 10th ചാപ്റ്റർ കഴിഞ്ഞ വർഷത്തെ സ്ട്രേറ്റ് ലൈനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ആ കാര്യം സ്ട്രേറ്റ് ലൈൻ മറന്നുപോയിനകത്ത് ആദ്യം വിഷമിക്കൊന്നും വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ സെക്ഷനിൽ ഉപയോഗിക്കുന്ന മുഴുവൻ പ്രോബ്ലത്തിനും ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ നോട്ട് കൂടെ നിങ്ങൾ ചെയ്തു വെക്കാനുണ്ട്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ടാൻജന്റ് ആൻഡ് നോർമല്, ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx അറ്റ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചല്ലോ. ഇവിടെ ഈ സ്ലോപ്പ് m എന്നുള്ളത് ഒരു പർട്ടിക്കുലർ കേസ് നമ്മൾ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. m നോട്ട് ഈക്വൽ ടു 0 ആൻഡ് നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന സ്പെഷ്യൽ കേസ് ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ഞാൻ അവരെ പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. 0 ആയാലും ഇൻഫിനിറ്റി ആയാലും സ്ലോപ്പ് 0 ഇൻഫിനിറ്റി ആയാലും നമ്മൾ ഈ ഇക്വേഷൻ അല്ല യൂസ് ചെയ്യുന്നത്. സ്ലോപ്പ് 0 ആവുന്നത് എപ്പോഴാണ്, ഇൻഫിനിറ്റി ആവുന്നത്, ഇത്രയും കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കാൻ മനസ്സിലാകുന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും വിട്ട് കളഞ്ഞേക്കുക. കാരണം എൻട്രൻസ് ഒക്കെ എഴുതുന്നവർക്ക് ചിലപ്പോൾ അത് വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതും കൂടി പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ ഓഫ് ടാൻജന്റ് x0 y0 എന്ന പോയിന്റിലെ ഇക്വേഷൻ ഓഫ് ടാൻജന്റിന്റെ സ്പെഷ്യൽ കേസുകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സ്ലോപ്പ് ഈക്വൽ ടു 0 വരുന്ന കേസ്. സ്ലോപ്പ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നു. y ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നാണ്. y ഈക്വൽ ടു ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ്. ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റാണ് തന്നിരിക്കുന്നത് x0 y0. അപ്പം ഇതിനകത്ത് y ഈക്വൽ ടു ഏത് പോയിന്റ് എടുക്കണം? പോയിന്റ് ഇവിടെ y0 അല്ലേ. y ഈക്വൽ ടു അപ്പോൾ സ്ലോപ്പ് m ഈക്വൽ ടു 0 എന്ന ലൈൻ നമുക്ക് കിട്ടി. y ഈക്വൽ ടു y0. ഇനി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് whose സ്ലോപ്പ് m ഈക്വൽ ടു ഇൻഫിനിറ്റി വരുന്ന കേസ്. അതായത് ഇൻഫിനിറ്റി സ്ലോപ്പ് വരുന്നു എന്ന് പറഞ്ഞാൽ പാരലൽ ടു y ആക്സിസ് ആണ്. പാരലൽ ടു y ആക്സിസ് ആവുന്ന കർവിന്റെ ഇക്വേഷൻ നമുക്കറിയാം. x ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നാണ്. x ഈക്വൽ ടു ആ ലൈൻ പാസ് ചെയ്യുന്ന x ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഇത് x ആക്സിസ് ആ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതായിരിക്കും? x0 ഇതിനകത്തുള്ള പോയിന്റ്. അങ്ങനെ വിചാരിച്ചാൽ മതി. പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് നോക്കാൻ മതി. പാസ് ചെയ്യുന്ന പോയിന്റിലെ എക്സിന്റെ വാല്യൂ, അതിനകത്ത് എക്സിന്റെ വാല്യൂ x0, x ഈക്വൽ ടു x0. അപ്പൊ ഇത് രണ്ടുമാണ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് സ്ലോപ്പ് സ്പെഷ്യൽ കേസുകൾ. സ്പെഷ്യൽ കേസ് 1 സ്ലോപ്പ് ഈക്വൽ ടു 1, കേസ് 2 സ്ലോപ്പ് ഈക്വൽ ടു ഇൻഫിനിറ്റി, പാരലൽ ടു x ആക്സിസ് ആൻഡ് പാരലൽ ടു y ആക്സിസ്. ഇത് കൂടി ഒന്ന് നോട്ട് ചെയ്ത് ഓർക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് എൻട്രൻസുകാർക്കൊക്കെ ഉപകാരപ്പെടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the slope of tangent to the curve at the point whose x coordinate is 3. അപ്പോൾ ഇത് നമുക്ക് വേഗം ഡയറക്റ്റ് ചെയ്യാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ മൊത്തം ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ എന്ന നിലയിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ
നമ്മൾ 4 ടൈപ്പായിട്ട് എളുപ്പത്തിന് വേണ്ടി 4 ടൈപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ടൈപ്പ് 1 ടൈപ്പ് 2വിൻ്റെ പ്രിലിമിനറി 2 കൂടെ കൂട്ടി അങ്ങനെ 4 സ്റ്റെപ്പാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതിലേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങുന്നത് കുറച്ചും കൂടെ പിന്നെ മുന്നോട്ട് വരുന്ന പ്രോബ്ലങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ വരുമ്പോൾ നമ്മളെ സഹായിക്കാണ്ട് ആദ്യം മുതലേ നമുക്ക് ആ പ്രൊസീജിയർ തന്നെ അങ്ങ് പോകാം. അതുകൊണ്ട് മാത്രം നമ്മൾ ആദ്യം ടൈപ്പ് 1 ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എങ്കിലും നമ്മൾ ആ പ്രൊസീജിയറിൽ തന്നെയാണ് എല്ലാ പ്രോബ്ലവും ചെയ്യുമ്പോൾ പോകുന്നത്. ഇപ്പോൾ ആദ്യം ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ടു ദ കർവ്. കർവിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, പോയിന്റും തന്നിട്ടുണ്ട്, കർവും പോയിന്റും തന്നിട്ടുണ്ട്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1ലെ പ്രിലിമിനറി ആണോ മെയിൻ ആണോ നോക്കുക. ഇവിടെ സ്ലോപ്പ് ടാൻജൻറ്റ് മാത്രം കണ്ടാൽ മതി. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് മാത്രം മതി. അപ്പോൾ അതിൻ്റെ പ്രിലിമിനറി ആണ്. നിങ്ങൾ മറ്റേ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഗ്രഹിക്കുക. കാരണം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് കൺഫ്യൂഷൻ വരും. ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് മോഡലും കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷനെ ലഘൂകരിക്കണമെങ്കിൽ ഇപ്പം മുതൽ നമ്മൾ ശ്രമിച്ച് തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഇതേ പ്രൊസീജിയറിൽ തന്നെ പോകണമെന്ന് പറയുന്നത്. പറ്റുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരെ കണ്ടു നേരെ എഴുതി പോവാം, നോ പ്രോബ്ലം. പക്ഷെ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം രണ്ടാമത്തെ മെത്തേഡ്, അതായത് സ്ലോപ്പ് കാണുന്ന പ്രിലിമിനറി, ടൈപ്പ് 1ൻ്റെ പ്രിലിമിനറി, അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞു പോകാം. ടൈപ്പ് 1ൻ്റെ പ്രിലിമിനറി ആണ് കാണേണ്ടത്. അത് സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് ആണ് കാണേണ്ടത്. അത് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി അത് കാണാൻ ഇതിന് പ്രത്യേകിച്ച് പ്രൊസീജിയർ ഒന്നുമില്ല. ടൈപ്പ് 1 വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. അതിന് നമുക്ക് പ്രൊസീജിയറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് പോകാം. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കാണാനാണ് പറഞ്ഞത്. അതിന് നമ്മുടെ ഈ ഫോർമുലയുണ്ട്, അതുകൊണ്ടാണ് അതിന് വേറെ പ്രൊസീജിയർ ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു, ഡയറക്റ്റ് അങ്ങ് ഫോർമുല എഴുതിയാൽ മതി. ടൈപ്പ് 1ൻ്റെ പ്രിലിമിനറിക്ക് ഡയറക്റ്റ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്. ടാൻജൻറ്റിനെ ഞാൻ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല? dy/dx. മതിയോ? പോരാ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. dy/dx അറ്റ് ദ പോയിന്റ്, ഗിവൺ പോയിന്റ്. എക്സ് കോർഡിനേറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, നമ്മൾ എഴുതിയാൽ മതി തൽക്കാലം. അറ്റ് x ഈക്വൽ ടു 3 തന്നത് മാത്രം മതി. ഈ ഒരു പോയിന്റ് തന്നുള്ളൂ, അപ്പോൾ പോയിന്റ് തന്നില്ല എന്ന് വിചാരിക്കേണ്ട, അതിന് പോയിന്റ് തന്നു. ഇപ്പോൾ ഫോർമുലയുണ്ട്, ഇതിന് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. dy/dx കാണാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇതിന്റെ dy/dx കാണാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഡയറക്റ്റ് dy/dx ഈക്വൽ ടു, നമ്മൾ എത്രയോ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ. 3x² മൈനസ് 3, ഇതിന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ dy/dx കണ്ടു. ഇനി എന്ത് കണ്ടാൽ മതി? ഈ പോയിന്റ് കൊടുക്കണം. dy/dx അറ്റ് x ഈക്വൽ ടു 3 തന്നെ കാണണം, എങ്കിലേ ആ പോയിന്റിലുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് ആ പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പാണ്. അപ്പോൾ x ഈക്വൽ ടു 3 കൊടുത്തു. 9 into 3 27 minus 3 equal to 24 ആൻസർ എഴുതി. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അറ്റ് ദ പോയിന്റ് ഈസ് 24. വെരി സിമ്പിൾ. ഇനി ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ടൈപ്പ് 1 എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇതുപോലെ ഡയറക്റ്റ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് പ്രിലിമിനറി ആണ് നമ്മൾ ചെയ്തത്. ടൈപ്പ് 1ന്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ് കാണേണ്ടത്. അതിന് ഫോർമുലയുണ്ട്, ഫോർമുലയിലിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഇനി അതിന്റെ മെയിൻ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇക്വേഷൻ ഓഫ് ടാൻജന്റിന് ഫോർമുലയുണ്ട്. ഈ സ്ലോപ്പ് എടുത്ത് ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ടൈപ്പ് 1 വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാം. അത് വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്തു നോക്കും. പിന്നെ ടൈപ്പ് 2 ആണ് നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ച് പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യാനുണ്ട്. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ടു ദ കർവ് y ഈക്വൽ ടു x മൈനസ് 1 ബൈ x മൈനസ് 2 at the point x equal to 10. വളരെ എളുപ്പമായതുകൊണ്ട് നേരിട്ട് എഴുതുന്നതാണ്. x മൈനസ് 1 ബൈ x മൈനസ് 2. x നോട്ട് ഈക്വൽ ടു 2 തന്നിട്ടുണ്ട് കേട്ടോ. x അറ്റ് x ഈക്വൽ ടു 10. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കാണാൻ ഇത് നമ്മുടെ ടൈപ്പ് 1ന്റെ പ്രിലിമിനറി ആണ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെത്തേഡ്. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കാണേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ടൈപ്പ് 1 മെത്തേഡ്. അപ്പോൾ നമ്മൾ dy/dx y തന്നിട്ടുണ്ടല്ലോ, dy/dx കാണുക. dy/dx കണ്ടിട്ട് അതിനകത്ത് ആ പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. നമ്മൾ ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു.
ഇവിടെ എക്സ് ഈക്വൽ ടു 10 ആണ്. ഇത് കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ അല്ലേ? ഇത് എക്സ് ഈക്വൽ ടു 10 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് കാണണം. വൈ ഇത് കോഷ്യൻ റൂൾ ആണ്. അപ്പോൾ കോഷ്യൻ റൂൾ ഉപയോഗിച്ച് കാണുന്നത് മാത്രം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇതും നമ്മൾ ആദ്യം തന്നെ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്ത് വെച്ച് കേട്ടോ. ടൈപ്പ് 1 സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടൈപ്പ് 1ന്റെ പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫോർമുല നമ്മൾ ആദ്യം എഴുതി വെച്ചു. എന്നിട്ട് അതിനെ കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ചാൽ മതി. വൈ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ കോഷ്യൻ റൂൾ ഉപയോഗിച്ച് കാണുകയാണ്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇത് ലീനിയർ ആണ്. ഇത് ഡെറിവേറ്റീവ് 1 മൈനസ് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഇതിന്റെ ഡെറിവേറ്റീവ് 1 കണ്ടെത്തിയിരുന്നതാണ്. അപ്പോൾ ഡിനോമിനേറ്റർ സ്ക്വയർ മൈനസ് എക്സ് ക്യാൻസൽ ആയി. -2 + 1 -1 ന്യൂമറേറ്റർ വരും. -1 ബൈ എക്സ് -2 ഓൾ സ്ക്വയർ. അറ്റ് ദ പോയിന്റ് ഇത് ഇത്രയും ചെയ്താൽ പോരാ. ഈ പോയിന്റ് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ തെറ്റാണ്. ഈ പോയിന്റ് ഇത് ജനറലി ആയിട്ടുള്ളൂ. നമുക്ക് ഈ പെർട്ടിക്കുലർ ടാൻജന്റ് ആണ് വേണ്ടത്. ഈ പോയിന്റിലുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ്. അപ്പോൾ ആ പോയിന്റ് ഇതിനകത്ത് ഇട്ടാലേ ആ ടാൻജന്റിന് തന്നെ സ്ലോപ്പ് ആകൂ. എക്സ് ഈക്വൽ ടു 10 കൊടുത്താൽ 8ന്റെ -64 വെരി സിമ്പിൾ. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനത്തെ ഇനി ഞാൻ ചെയ്ത് കാണിക്കണം എന്നില്ലല്ലോ. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കാണാൻ ഫോർമുല ഇട്ട് ഡയറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഹോംവർക്ക് പേജ് നമ്പർ 211 ക്വസ്റ്റ്യൻ എക്സസൈസ് ആണ് 6.3. എക്സസൈസ് 6.3 ക്വസ്റ്റ്യൻ 1 4 1ഉം 4ഉം. പിന്നെ എക്സാമ്പിളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ചെയ്യണ്ടല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എക്സാമ്പിൾ 14 പേജ് 207 എക്സാമ്പിൾ 14 ഉണ്ട്. അത് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട. ഇത് രണ്ടും ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് കാർട്ടീഷ്യൻ ഫോമിലുള്ള കർവാണ് തന്നത്. എക്സും വൈയും ഉള്ള കർവ്, അതിനാണ് നമ്മൾ കാർട്ടീഷ്യൻ കർവ് എന്ന് പറയുക. ഇനി പാരാമെട്രിക് ഫോമിലുള്ള കർവ് തന്നിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ അതും കൂടെ ചെയ്തേക്കാം. പാരാമെട്രിക് ഫോമിലുള്ള കർവാണ് തന്നതെങ്കിലും അതിന്റെ ടാൻജന്റ് കാണുന്നത്. നിങ്ങൾ പാരാമെട്രിക് ഫോം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിച്ചതാണ്.